പലപ്പോഴും ആൾക്കാർ വളരെ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന ഒരു ജോലിയാണ് ആങ്കറിങ് എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഒരു മ്യൂസിക് ഷോ ആങ്കർ ചെയ്യുന്ന ക്വാളിറ്റീസോ പേഴ്സോണയോ അല്ല നമുക്കൊരു കോമഡി ഷോ ആങ്കർ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്. ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഷോസ് എല്ലാം വളരെ വിജയകരമായി ആങ്കർ ചെയ്ത ആക്ടറായ ജീവയാണെന്ന് നമ്മുടെ ഗസ്റ്റ്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഞാനിത് എങ്ങോട്ടാ പോകുന്നതെന്ന് ആലോചിക്കുക. നേരായ റൂട്ടിൽ കൂടെയാണ് പോയത്. ഇതുവരെ വളരെ ശരിയാ. ഈ എഞ്ചിനീയറിംഗ് പഠിത്തം മതിയാക്കി ആങ്കറിംഗ് ഫീൽഡിലേക്ക് വരാനുള്ള, വണ്ടി ഓടിക്കാനുള്ള ധൈര്യം വന്ന മോമെന്റ് ഓർമ്മയുണ്ടോ? നമ്മളെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത സാധനം എത്രയും പെട്ടെന്ന് തറയിൽ വെക്കുക എന്നുള്ളതാണ്. എഞ്ചിനീയറിംഗ് ഞാൻ വീട്ടിലെ താല്പര്യത്തിന് പോയതാ. എനിക്ക് എന്താ പഠിക്കണമെന്ന് ചോദിച്ച സമയത്ത് ഞാൻ കുറേ ലിസ്റ്റ് പറഞ്ഞു. ആ ലിസ്റ്റൊന്നും പറ്റത്തില്ലായിരുന്നു. ആദ്യം ക്രിക്കറ്റ് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞു. നീ ഇങ്ങനെ കളിച്ച് കിടക്കാൻ പോകണമെന്ന് ചോദിച്ചു. പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് ലാസ്റ്റ് കറങ്ങിയാണ് എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എടുക്കട്ടെ എന്ന് ചോദിച്ചു. അതൊന്നും വേണ്ട. അങ്ങനെ എന്താണ് അവർക്കിഷ്ടം ഉള്ളത് ഞാൻ പേരൻസിൻ്റെ ഇഷ്ടത്തിന് പോകാൻ തുടങ്ങിയതാണ്. അപ്പം എന്നെക്കൊണ്ട് കാര്യം എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായി ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഗിന്നസ് വേൾഡ് റെക്കോർഡുള്ള ഒരു പഠിത്തമാണല്ലോ. അങ്ങനെ അത് അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആവണം. പിന്നെ എന്തൊക്കെയാ വേണ്ടാത്തതിന്. അപ്പം എന്നെ 3ാമത്തെ വർഷം എന്നെ കൊണ്ട് അത് പറ്റത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ 3 വർഷം പഠിച്ചു കേട്ടോ. 3 വർഷം പഠിച്ച് പേപ്പർ കിട്ടിയെന്ന് ചോദിച്ചാൽ പേപ്പർ കിട്ടിയില്ല. കുറേ പേപ്പേഴ്സ് പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ പഠിച്ചിറങ്ങി എങ്ങനെയും കഷ്ടപ്പെട്ടത് എടുക്കാം എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ 3rd ഇയർ ആയപ്പോഴത്തേക്കും വർക്കാകത്തില്ല എന്ന് മനസ്സിലായപ്പം ഇത് എൻ്റെ ഒരു റൂട്ടല്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പതുക്കെ അത് ഡ്രോപ്പ് ചെയ്തു. അത് ഡ്രോപ്പ് ചെയ്ത സമയത്ത് പക്ഷേ പേരൻസ് അത് മനസ്സിലാക്കി കേട്ടോ. എനിക്കൊണ്ട് പറ്റത്തില്ല. സിനിമയായിരുന്നു ലക്ഷ്യം. പിന്നെ തെന്നിത്തെറിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ അമ്മൻ ആക്സിഡന്റൽ ആങ്കർ. ഇപ്പോൾ ഈ ജോലിയിലേക്ക് വരുമ്പോഴേ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വലിയ പൊസിഷനിലാണല്ലോ നിൽക്കുന്നത്. സക്സസ്ഫുൾ ആണ്. ഇപ്പൊ ജീവ എന്നൊരു ആങ്കർ പറഞ്ഞ ഒരു വലിയ ഫാൻ ഫോളോയിങ്ങും ഇഷ്ടമുള്ള ആൾക്കാരാണ് ജീവ അധികം പേരും. അപ്പൊ അങ്ങനെ ഒരു പൊസിഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? അതൊരു റെസ്പോൺസിബിലിറ്റി കൂടി എന്നുള്ളൊരു ഫീലിംഗ് ആണോ ജീവയ്ക്ക് തോന്നുന്നത്? ഓഫ് കോഴ്സ് റെസ്പോൺസിബിലിറ്റി എന്തായാലും കൂടിയിട്ടുണ്ട്. കാര്യം ഞാനൊരു ചെറിയ ചാനലിൽ ഒരു മ്യൂസിക് ചാനലിൽ നിന്നാണ് തുടങ്ങിയത്. സൂര്യ മ്യൂസിക് എന്ന് പറഞ്ഞ ചാനലിൽ നിന്നാണ് തുടങ്ങി. അവിടുത്തെ ഓഡിയൻസ് അത്രയേ ഉള്ളൂ. അത് സ്കൂളിൽ പോകുന്ന ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ രാവിലെ മ്യൂസിക് ചാനൽ വെക്കുന്ന അമ്മമാരായിരിക്കും. എൻ്റെ ഓഡിയൻസ് അത്രയേ ഉള്ളൂ. അവിടുന്ന് ഒരു ജനറൽ കാറ്റഗറി ചാനലിലേക്ക് വരുമ്പം ആൾക്കാർ കൂടും, റീച്ച് കൂടും. അപ്പോൾ ആ സൂര്യ മ്യൂസിക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മെസ്സേജൊക്കെ ഫോണിൽ വരുമല്ലോ. നമ്മൾ ഫോണിൽ പ്രോഗ്രാംസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മെസ്സേജ് വരും. അപ്പോൾ ചേട്ടൻ്റെ വെക്കുന്നത്, കൈ വെച്ച് സംസാരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഞങ്ങൾ ഫോളോ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത്, അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെ കുറച്ച് പേരിലേക്ക് നമ്മളൊരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വലിയ ഒരു ബിഗർ സ്കെയിലിൽ വരുമ്പം എന്തായാലും ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കുമെന്നുള്ളതും, കുറച്ച് പേരെങ്കിലും എങ്ങനെ പോയാലും ഓക്കെ ഇന്ന ഡ്രസ്സിങ് കൊള്ളാം, ആ സംസാരം കൊള്ളാം. അപ്പോൾ അത് എത്രയും ഒരാൾ നമ്മളെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആകുമ്പോൾ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിക്കോട്ടെ എന്നുള്ള ഇതാണ്. അത് തീർച്ചയായും റെസ്പോൺസിബിലിറ്റി കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ശ്രദ്ധിക്കാറുമുണ്ട്. സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഇപ്പം ഷോയിലല്ലാതെ പുറത്തും. എന്നാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഭയങ്കര ഡീസൻ്റ് ആണ് എന്നുള്ളൊരു ഇമേജ് പുറത്ത് കൊടുക്കാനും ശ്രമിച്ചിട്ടില്ല. നമ്മളെങ്ങനെയാണോ നമ്മളായിട്ടിരിക്കാം എന്നുള്ളതാണ് ഞാൻ അങ്ങനെയാണ് ട്രൈ ചെയ്യാറുള്ളത്. അപ്പം എല്ലാവർക്കും നല്ല സ്വഭാവമുണ്ട്, ചീത്ത സ്വഭാവമുണ്ട്. ചീത്ത സ്വഭാവം അധികം കാണിക്കത്തില്ല. നല്ല സ്വഭാവം ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുക. അതാണ് അത്. റെസ്പോൺസിബിലിറ്റി എന്തായാലും ഉണ്ട്.